ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ ഒരു ദിവസം ഒരു വീഡിയോയിൽ പുതിയ നിയമത്തിൽ കാണപ്പെടുന്ന ബർന്നബാസ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരു പഠനം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് ഈ ബർന്നബാസിന്റെ നേതൃത്വ യോഗ്യതകളെ സംബന്ധിച്ചാണ് ഞാൻ ചുരുക്കം ചില വാക്കുകളിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 3 അതിപ്രധാനമായ നേതൃത്വ യോഗ്യതകൾ, അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഈ ബന്ധത്തിൽ സൂചിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ക്രിസ്തീയ നേതാവിന് അല്ലെങ്കിൽ ആത്മീയ നേതാവിന്, സഭാ നേതൃത്വത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിലേക്ക് വളരെ പ്രബുദ്ധമാകുന്ന ചില പാഠങ്ങൾ പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ പാഠങ്ങളിൽ ഒരു നേതൃത്വ ശുശ്രൂഷയ്ക്ക് ബർന്നബാസിൽ ഏതെല്ലാം നിലയിലുള്ള യോഗ്യതകളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 36-37 വാക്യങ്ങളാണ് ഇതിന് ഉപോദ്ബലകമായി ഇവിടെ സൂചിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ നേതൃത്വ യോഗ്യതകൾ ബർന്നബാസിനെ സംബന്ധിച്ച് പ്രസ്താവിച്ചിട്ടുള്ളതെല്ലാം ദൈവമക്കളായിരിക്കുന്ന, വിശേഷാൽ ആത്മീക ലോകത്ത് ശുശ്രൂഷകരായിരിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും ഉണ്ടായിരിക്കേണ്ട അനിവാര്യമായ യോഗ്യതകളാണ്. ഒന്നാമത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഹി വാസ് എ ഫെയ്ത്ത്ഫുൾ സ്റ്റുവാർഡ് എന്നാണ്. അദ്ദേഹം വിശ്വസ്തനായ ഒരു കാര്യ വിചാരകനായിരുന്നു. ആരാണ് ഈ കാര്യവിചാരകൻ? സ്റ്റുവാർഡ് എന്ന് പറയുന്നത് വിശ്വസ്തയോടുകൂടെ തന്റെ യജമാന്റെ വസ്തുവകളെ സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. ഒരു സഭാ നേതൃത്വം അല്ലെങ്കിൽ ഒരാത്മീക ശുശ്രൂഷ നേതൃത്വത്തെ സംബന്ധിച്ച് പ്രഥമത പരിശുദ്ധാത്മാവ് പറയുന്ന യോഗ്യത, അങ്ങനെയുള്ള വ്യക്തികൾ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന് 4-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ പ്രകാരം പ്രസ്താവിക്കുന്നു: കാര്യ വിചാരകന്മാരിൽ ആഗ്രഹിക്കുന്നതോ അവർ വിശ്വസ്തന്മാരായിരിക്കണം എന്നുള്ളത് തന്നെ. കാര്യവിചാരകത്വത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ നിശ്ചയമായും അവർ വിശ്വസ്തരായിരിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ടാണ് ആത്മീക ലോകത്ത് ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് തങ്ങളുടെ വിശ്വസ്തത പ്രതിഫലിപ്പിക്കേണ്ടത് എന്നുള്ളത് വളരെ ഹ്രസ്വമായി ഞാൻ സൂചിപ്പിക്കാം. 1, തങ്ങളുടെ ടാലന്റ്, ടൈം, എനർജി, തങ്ങളുടെ വസ്തുവകൾ, അതുപോലെ തങ്ങൾക്കുള്ള കഴിവുകൾ അല്ലെങ്കിൽ തങ്ങൾക്കുള്ള ആരോഗ്യം, ഈ കാര്യങ്ങളെല്ലാം വിശ്വസ്തമായി യജമാനു വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടവരാണ് നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ. അപ്പൊ ഇത് ഒരു കാര്യവിചാരകൻ അല്ലെങ്കിൽ നേതാവ് വിശ്വസ്തനായിരിക്കണം എന്ന് പറയുമ്പോൾ 3 മണ്ഡലങ്ങളെ ഇവിടെ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1, ദൈവം ഈ ബർന്നബാസിന് ധാരാളം സാമ്പത്തിക ചുറ്റുപാടുകൾ നൽകിയിരുന്നു. അദ്ദേഹം വളരെ സമ്പത്തുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അത് താൻ വിറ്റ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു. ഇതൊരു നല്ല മാതൃകയാണ്. തനിക്കുണ്ടായിരുന്ന വസ്തുക്കളൊക്കെ താന് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവിടുകയും തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി താന് കൈകൊണ്ട് അധ്വാനിച്ച് ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു എന്നാണ് വായിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ മാതൃകാപരമായ ഒരു സംവിധാനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതേക്കുറിച്ച് പറയാം. അപ്പൊ തനിക്കുള്ളതൊക്കെ താൻ വിറ്റിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി അത് ചെലവിട്ട ശേഷം തന്നെത്താൻ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈകൊണ്ട് അധ്വാനിച്ചു എന്നതിലേക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ന്റെ 7, 9-ന്റെ 6,
16, 1 പത്രോസ് 4:10, ലൂക്കോസ് 14:33, 16:1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെയെല്ലാം നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കുന്നു. 2, ഇദ്ദേഹം നല്ല സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹാൻസം മാൻ. പ്രവൃത്തികളുടെ പുസ്തകം 14 അധ്യായത്തിന്റെ 12 വാക്യം. തന്റെ സൗന്ദര്യം അവനെ വാസ്തവത്തിൽ ആളുകള് ജൂപ്പിറ്റർ, അതായത് ഗോഡ് ഓഫ് ബ്യൂട്ടി, സൗന്ദര്യത്തിന്റെ ദേവൻ എന്നാണ് ഈ ബർന്നബാസിനെ ആളുകൾ വിളിച്ചിരുന്നത്. ഗോഡ് ഓഫ് ബ്യൂട്ടി അല്ലെങ്കിൽ ഗോഡ് ഓഫ് ജൂപ്പിറ്റർ എന്ന് വിളിക്കുക. സൗന്ദര്യത്തിന്റെ പുരുഷൻ എന്ന് വിളിച്ചിരുന്നു. എന്നാൽ തനിക്കുണ്ടായിരുന്ന സൗന്ദര്യം അതെന്നറിയാമോ? സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അത് യാഗമാക്കി തീർക്കുവാൻ അവന് ഇടയായി തീർന്നു. നമ്മുടെ ആയുസ്, ആരോഗ്യം, സൗന്ദര്യം ഇതെല്ലാം ദൈവദത്തമാണ്. ദൈവദത്തമാകുന്ന ഈ ആരോഗ്യം, ദൈവദത്തമാകുന്ന സൗന്ദര്യം, ചില ആളുകൾ ജന്മനാ തന്നെ സൗന്ദര്യമുള്ള ആളുകളാണ്. അതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി, കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി പ്രയോജനഭവിപ്പിക്കുക എന്ന് പറയുന്നത് തികച്ചും ഒരു നേതാവിൽ മാതൃകയുള്ള ഒരു കാര്യമാണ്. 3, അദ്ദേഹത്തിന്റെ നേതൃത്വ യോഗ്യതയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു: ഹി വാസ് എ സിംബൽ ഓഫ് ലവ് ആൻഡ് യൂണിറ്റി. സ്നേഹത്തിന്റെയും ഐക്യതയുടെയും ഒരു പ്രതീകമായിരുന്നു ഈ ബർന്നബാസ്. സ്നേഹത്തിന്റെയും ഐക്യതയുടെയും പ്രതീകം. എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും? ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു നേതൃത്വത്തെ സംബന്ധിച്ച് തനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വിശാല ഹൃദയമുള്ള മനുഷ്യനായിരിക്കണം താൻ എന്ന് പറയാറുണ്ട്. സ്വസ്നേഹികളായ ആളുകൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നാം നമ്മെ തന്നെ എന്ത് ചെയ്യുന്നു? ദൈവസന്നയിൽ സമർപ്പിച്ച് ഏൽപ്പിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തി ക്രിസ്തീയമായ ഐക്യതയിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാനും നാം നമ്മെ തന്നെ സഹായിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ 3 യോഗ്യതകൾ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ യോഗ്യത, അതായത് വിശ്വസ്തനായ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് പ്രസ്താവിച്ചുള്ളത് ഇവിടെ കാണുന്നു. അതായത് തന്റെ സമ്പത്ത് അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചു. അതുപോലെ തന്നെ തന്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും താൻ ചെലവാക്കി. അദ്ദേഹം സ്നേഹത്തിന്റെയും ഐക്യതയുടെയും മഹത്തായ ഒരു പ്രതീകമായിരുന്നു. ഏതൊരു ആത്മീയ നേതാവിനും ഉണ്ടായിരിക്കേണ്ട അതുല്യമായിരിക്കുന്ന 3 പ്രത്യേകതകളാണ് ഈ ആദ്യ ഭാഗത്ത് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. 2, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9:26, 27, 11:25, 26 ഈ വാക്കിൽ വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഹി പുട്സ് ഫെയ്ത്ത് ഇൻ ഫെലോ ഓഫ് ബിലീവേഴ്സ്. സഹവിശ്വാസികളിൽ വിശ്വാസം അർപ്പിച്ച വ്യക്തിയായിരുന്നു. ഇന്നത്തെ കാലത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫിനോമിനനാണ് നമുക്ക് ആരെയും വിശ്വസിക്കാൻ വയ്യ എന്നുള്ള പ്രശ്നം. ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ബർന്നബാസ് അതിന് ഒരു അപരാധമായിരുന്നു. മറ്റുള്ളവരെ, സഹവിശ്വാസികളെ വിശ്വസിക്കുവാൻ അവന് സാധിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ മറ്റുള്ള ആളുകളെ വിശ്വസിക്കുവാനും അവരോട് വിശ്വാസത്തിന്റെ നല്ല സ്വീകാര്യതയിൽ ഇടപെടുവാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് അതിപ്രധാനമായ ഒരു കാര്യമാണ്. ഒന്നാമതായി ഈ ബന്ധത്തിൽ പറയുമ്പോൾ മറ്റുള്ള എല്ലാ ആളുകളും പൗലോസിനെ സംബന്ധിച്ച് സംശയം പ്രകടിപ്പിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നത് ഇവിടെ ഈ ബർന്നബാസ് പൗലോസിനെ സ്വീകരിക്കുന്നതായി നമ്മൾ വായിക്കുന്നു. മറ്റുള്ള ആളുകൾ ഈ പൗലോസിനെ സംശയിച്ചു. പൗലോസ് ശൗലായിരുന്ന മുമ്പ് അദ്ദേഹം രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലായി തീർന്നു. പൈതലായി തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത് അദ്ദേഹം യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ചെന്നു. അപ്പോസ്തലന്മാരുടെ അടുക്കൽ ചെന്നപ്പോൾ വാസ്തവത്തിൽ ഈ അപ്പോസ്തലന്മാർ അവനെ കൈക്കൊള്ളുവാനോ അല്ലെങ്കിൽ അവനോട് കുശലം പറയാനോ അവനെ വിശ്വസിക്കുവാനോ തയ്യാറായില്ല. അങ്ങനെയുള്ള സമയത്ത് ഈ ബർന്നബാസ് അവനെ വളരെ അധികം കൈക്കൊണ്ടു, സ്നേഹിച്ചു എന്ന് നാം വായിക്കുന്നു. വാസ്തവത്തില് ബർന്നബാസ് പൗലോസിൽ യാതൊരു വിധമായ സംശയം പ്രകടിപ്പിച്ചില്ല എന്നുള്ളത് പ്രത്യേകമായ ഒരു കാര്യമാണ്. അപ്പം ബർന്നബാസ് അവനെ കർത്താവിൽ കൈക്കൊള്ളുകയും
അവനെ ശുപാർശ ചെയ്യുകയും ശേഷം ആളുകൾക്ക്, വിശ്വാസികൾക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. മറ്റുള്ള ആളുകൾ സംശയദൃഷ്ടിയ ഒരുവനെ കാണുകയും വീക്ഷിക്കുകയും അവനോട് മനസ്സലിവില്ലാതെ ഇടപെടുകയും ചെയ്യുമ്പോൾ അവനെ സംശയം കൂടാതെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനും ഇവൻ പ്രയോജനമുള്ളവനാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമതായി നമ്മൾ വായിക്കുന്നത് പൗലോസ് തന്റെ സഹപ്രവർത്തകനായിരുന്ന യോഹന്നാൻ മർക്കോസിനെ രണ്ടാമത്തെ മിഷണറി യാത്ര മുതൽ കൂടെ വേണ്ട എന്ന് തീരുമാനിച്ച് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് എതിർപ്പ് കാണിച്ചു. പല ആളുകളും കൂടെ നിർത്തി കൊണ്ടുപോകാനും സഹകരിപ്പിക്കുവാനും വിമുഖത കാണിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെ ഒരു നല്ല നേതൃനിരയിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പോ ഈ യോഹന്നാൻ മർക്കോസിനെ പൗലോസ് വേണ്ട എന്ന് പറഞ്ഞപ്പോ നമ്മൾ വായിക്കുന്നത് ഈ ബർന്നബാസ് അവനെ കൈക്കൊണ്ടു എന്നാണ്. പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ബർന്നബാസിനെ പൗലോസ് കൈക്കൊണ്ടു. അവിടെ മുതൽ നമ്മൾ വായിക്കുന്നത് അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായി. പൗലോസും ബർന്നബാസും തമ്മിൽ വേർപിരിഞ്ഞു. ബർന്നബാസും യോഹന്നാൻ മർക്കോസും കൂടെ ഒന്നിച്ച ഒരു ടീമായി പ്രവർത്തനത്തിൽ മുന്നേറുകയും പൗലോസ് ശീലാസിനെ കൂട്ടിക്കൊണ്ട് തന്റെ ശുശ്രൂഷകൾക്കായി പോവുകയും ചെയ്തു. വാസ്തവത്തില് ബർന്നബാസിനെ, ഈ യോഹന്നാൻ മർക്കോസിനെ തന്റെ ജീവിതത്തിന്റെ ബലഹീനതകളോ കുറവുകളോ മനസ്സിലാക്കിക്കൊണ്ട് ചേർത്തുകൊണ്ട് ശുശ്രൂഷയിൽ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട പൗലോസ് അവനെ ചേർത്ത് പിടിച്ചില്ല. ആ സമയത്ത് അവനെ കൈക്കൊള്ളുവാനും അവനോടുകൂടെ ശുശ്രൂഷയിൽ മുന്നേറുവാനും മനസ്സ് കാണിച്ച വിശാല ഹൃദയനായിരുന്നു ഈ ബർന്നബാസ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം രണ്ടാമത് ഒരവസരം പൗലോസിന് പിന്നീട് കൊടുത്തു. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവൻ ആകയാൽ ശീതകാലത്തിന് മുമ്പേ അവനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഉത്സാഹിക്കുക എന്ന് പൗലോസ് തിമോഥെയോസിന് എഴുതുമ്പോൾ തിമോഥെയോസിനോട് കൽപ്പിക്കുന്നതായി നാം വായിക്കുന്നു. എങ്ങനെയായിരുന്നാലും മറ്റുള്ള ആളുകളെ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്ന വിശാല ഹൃദയമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ബർന്നബാസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്, ഈ ജാതികളായ വിശ്വാസികളെ കൈക്കൊള്ളുവാൻ പലരും വിമുഖത കാണിച്ചു. ആദ്യ നാളുകളിൽ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നിരുന്നത് യഹൂദന്മാരായ ആളുകളാണ്. എന്നാൽ ജാതികളായ ആളുകളും സുവിശേഷം കേട്ട് മുമ്പോട്ട് വരുന്നു, അല്ലെങ്കിൽ വരുവാൻ തയ്യാറാവുന്നു എന്ന് കണ്ടപ്പോൾ നാം വായിക്കുന്നു, ഈ ജാതികളെ കൈക്കൊള്ളുവാൻ വിമുഖത കാണിച്ചപ്പോൾ ബർന്നബാസ് അവരെ മറ്റുള്ളവരുടെ മുമ്പാകെ പരിചയപ്പെടുത്തുകയും അവരെ ചേർത്തുകൊള്ളുവാൻ ഉത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു. അപ്പോൾ മറ്റുള്ള വിശ്വാസികൾ, സഹവിശ്വാസികൾ വിശ്വാസം അർപ്പിക്കുന്ന ഒരു നല്ല വിശ്വസ്തനായ ദൈവദാസനായിരുന്നു ഈ ബർന്നബാസ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മറ്റുള്ള എല്ലാ ആളുകളും പൗലോസിനെ കൈക്കൊള്ളാതിരുന്നപ്പോൾ അവനെ കൈക്കൊള്ളുവാനും അപ്പോസ്തലന്മാരുടെ മുമ്പാകെ അവനെ കൂട്ടിക്കൊണ്ടു പോകുവാനും അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനും ബർന്നബാസ് നല്ല മനസ്സ് കാണിച്ചു. യോഹന്നാൻ മർക്കോസിനെ പൗലോസ് ഉപേക്ഷിക്കുമ്പോൾ അവനെ ചേർത്തുകൊള്ളുവാനും അവനെ കൂടെ ശുശ്രൂഷയിൽ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനും ഈ പൗലോസിന് മനസ്സുണ്ടായി. മൂന്നാമത് വായിക്കുന്നത്, മറ്റുള്ള ആളുകൾ ജാതികളിൽ നിന്ന് വേർപെട്ടു വന്ന വിശ്വാസികളായ ആളുകളെ കൈക്കൊള്ളാൻ മനസ്സില്ലാതെ അവരെ ഉപേക്ഷിച്ചു കളഞ്ഞപ്പോൾ അവരെ വാസ്തവത്തിൽ കൈക്കൊള്ളുവാനും അവരെ ചേർത്ത് നിർത്തുവാനും അവരോട് കൂടെ ചേർന്ന് ദൈവത്തെ ആരാധിച്ച് മുമ്പോട്ട് പോകുവാനും സന്മനസ് കാണിച്ച ഒരു വ്യക്തിയായിരുന്നു ബർന്നബാസ് എന്ന് നമുക്ക് വായിക്കാം. അപ്പൊ ബർന്നബാസിന്റെ ഒരു ആത്മീയ നേതാവിന്റെ ത്രിവിധമായ യോഗ്യതകൾ, ഒന്നാമതായി ഞാൻ ഓർപ്പിച്ച യോഗ്യത, അവൻ വിശ്വസ്തനായ ഒരു ശുശ്രൂഷകനായിരുന്നു. 2, അവൻ സഹവിശ്വാസികൾ വിശ്വാസം ഉള്ള വ്യക്തിയായിരുന്നു. മൂന്നാമത്തെ അവന്റെ നേതൃയോഗ്യതയായി കാണപ്പെടുന്നത്, ഹി വാസ് റെഡി ടു ടേക്ക് ദ സെക്കൻഡ് പ്ലേസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും രണ്ടാമനായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമനായിരുന്ന വ്യക്തിയാണ്. പൗലോസിനെ പോലും അപ്പോസ്തലന്മാർ കൊണ്ട് പരിചയപ്പെടുത്തിയവനാണ് ബർന്നബാസ്. പക്ഷേ തദനന്തരമുള്ള നാളുകളിൽ ശുശ്രൂഷ രംഗത്ത് മറ്റുള്ളവരുടെ മുമ്പാകെ താൻ 2ാം സ്ഥാനം സ്വീകരിക്കുകയും 1ാം സ്ഥാനം മറ്റുള്ളവർക്ക് നൽകുവാൻ സർവ്വത ബന്ധപ്പെടുകയും ചെയ്യുന്ന ബർന്നബാസിനെ നമുക്ക് കാണുവാൻ കഴിയും.
ആദ്യമായി വായിക്കുന്നത് ഇറ്റ് വാസ് ബർണബാസ് ഹു ഇൻട്രൊഡ്യൂസ്ഡ് പോൾ ടു ദ ചർച്ച്. സഭയ്ക്ക് പൗലൂസിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ബർണബാസ് ആയിരുന്നു. ഉപവാസത്തിൽ അവിടെ നേതൃസ്ഥാനം നിൽക്കുന്ന മുൻപന്തിയിൽ നിൽക്കുന്നത് ബർണബാസാണ്. 2, ഇറ്റ് വാസ് ബർണബാസ് ആൻഡ് പോൾ അറ്റ് ഫസ്റ്റ്. ദാറ്റ് ഈസ് ബർണബാസ് വാസ് എ ലീഡർ. ബർണബാസും പൗലൂസും എന്നാണ് ആദ്യ രേഖകൾ കാണുന്നത്. അപ്പൊ ആദ്യം വരുന്ന ആരാണ്? ബർണബാസ് ആണ്. അപ്പൊ ബർണബാസ് ആണ് ഒന്നാം സ്ഥാനം അലങ്കരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് വായിക്കുമ്പോൾ പോൾ ആൻഡ് ബർണബാസ് എന്ന് വായിക്കുന്നു. പൗലൂസും ബർണബാസും. അതായത് ആദ്യ പാദത്തിൽ ബർണബാസ് ആയിരുന്നു നേതൃസ്ഥാനത്ത് നിന്നതെങ്കിൽ രണ്ടാം പാദത്തിൽ പൗലോസാണ് നേതൃസ്ഥാനത്ത് നിൽക്കുന്നത്. തങ്ങളുടെ നേതൃനിരയിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കുന്ന പദവി, സ്ഥാനം, ഇതൊക്കെ മറ്റുള്ള സഹോദരന്മാർക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുക്കുവാനോ രണ്ടാമതായി അറിയപ്പെടാനോ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ഇന്ന് ആത്മീയ നേതൃത്വങ്ങളിൽ പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ഞാൻ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിലെ യോനാഥാനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നു. യോനാഥാൻ ദാവീദിന്റെ സ്നേഹിതനും ശൗലിന്റെ മകനുമായിരുന്നു. ദാവീദിന്റെ സ്നേഹിതനായിരുന്ന യോനാഥാൻ നാം വായിക്കുന്നത് അവനെ ഈ കാട്ടിൽ ചെന്ന് യോനാഥാൻ ചുംബിച്ച് അവനോട് അന്തിമമായി യാത്ര പറയുന്ന സമയത്ത് തന്റെ പിതാവായ ശൗലിന്റെ സിംഹാസനം വേഗത്തിൽ അസ്തമിക്കുമെന്നും ദൈവം ദാവീദ് രാജാവിനെ ഇസ്രായേലിന്റെ രാജസ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്നും അവൻ രാജാവായി സർവ്വ ഇസ്രായേലിനും വാഴുന്ന സമയത്ത് നിന്റെ ആധിപത്യത്തിൽ ഞാൻ രണ്ടാമനായിരിക്കുമെന്നും ദാവീദിനോട് യോനാഥാൻ പറയുന്ന വാക്കുകൾ നാം ഓർക്കുന്നുണ്ട്. ഈ നിസ്സീമമായിരിക്കുന്ന മനോഭാവമാണ് വാസ്തവത്തിൽ യോനാഥാന്റെ സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ദാവീദ് പിന്നീട് നിന്റെ പ്രേമം കളത്ര പ്രേമത്തിലും വിസ്മയമരുത് എന്ന് പറഞ്ഞ് അവനെ ആ നിലയിൽ ആശ്ലേഷിക്കുന്നതായി നാം കാണുന്നത്. ഒടുവിലായി വായിക്കുമ്പോൾ ബർണബാസ് ടുക്ക് ദ സെക്കൻഡ് പ്ലേസ് വിത്തൌട്ട് എനി ഗ്രഡ്ജ് ഓർ ജലസി. അസൂയയോ പിറുവിറുപ്പോ ഒന്നും കൂടാതെ രണ്ടാം സ്ഥാനത്ത് അറിയപ്പെടാൻ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നവനായിരുന്നു ബർണബാസ്. ഞാൻ മുമ്പിൽ നിൽക്കണം എന്നുള്ള മനോഭാവമാണല്ലോ മനുഷ്യ സഹജമായ സ്വഭാവം. ബർണബാസിന്റെ സ്വഭാവം താൻ പിന്നിൽ നിൽക്കണം എന്നുള്ളതായിരുന്നു. യോഹന്നാൻ പറഞ്ഞ പോലെ നീയോ വളരണം ഞാനോ കുറയണം എന്നുള്ള നല്ല മനോഭാവം. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഓഫ് ബർണബാസിന്റെ നേതൃത്വ യോഗ്യതകളാണ് നാം ചിന്തിച്ചത്. 1, അവൻ വിശ്വസ്തനായ ഒരു കാര്യ വിചാരകനായിരുന്നു. ദൈവം അവന് ധാരാളം സാമ്പത്തിക നന്മകൾ കൊടുത്തിരുന്നു. ആ സാമ്പത്തിക നന്മകൾ എല്ലാം നമ്മൾ വായിക്കുന്നത് അവൻ എന്ത് ചെയ്തു? അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ച് ശേഷം തന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി താൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു എന്ന് വായിക്കുന്നു. അവൻ വളരെ സൗന്ദര്യമുള്ളവനായിരുന്നു. തന്റെ സൗന്ദര്യവും തനിക്കുള്ള സാവകാശങ്ങളും എല്ലാം സുവിശേഷത്തിനു വേണ്ടി ബലിയർപ്പിക്കുവാൻ ബർണബാസ് തയ്യാറായി. 3, അവന് ദൈവസ്നേഹത്തിലും ഐക്യതയിലും മറ്റുള്ളവരെ ഒന്നിച്ച് ചേർത്ത് നിർത്തുവാൻ മനസ്സുള്ള വിശ്വസ്തനായ ഒരു ശുശ്രൂഷകനായിരുന്നു. പിന്നെ 2, അവന്റെ നേതൃത്വ യോഗ്യതയെക്കുറിച്ച് പഠിച്ചത് അവൻ മറ്റുള്ള വിശ്വാസികളെ, സഹവിശ്വാസികൾ വിശ്വസിക്കുന്ന, അവൻ വിശ്വാസം അർപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. എല്ലാവരും പൗലോസിനെ സംശയിച്ചപ്പോൾ താൻ പൗലോസിനെ ചേർത്തുകൊണ്ടു അവരുടെ മുമ്പാകെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതായി വായിക്കുന്നു. മറ്റുള്ള ആളുകൾ യോഹന്നാൻ മർക്കോസിനെ പൗലോസ് ഉൾപ്പെടെ വെറുത്തപ്പോൾ മർക്കോസിനെ കൂടെ നിർത്തി ശുശ്രൂഷയുടെ പുരോഗമനത്തിനായി മുമ്പോട്ട് പോകാൻ സന്മനസ് കാണിക്കുന്ന ബർണബാസിനെ നാം വായിക്കുന്നു. പിന്നെ മാത്രമല്ല, ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന വിശ്വാസികൾ അവരെ മറ്റുള്ളവർ കൈക്കൊള്ളുവാൻ മനസ്സ് കാണിക്കാതെ നിന്നപ്പോൾ നാം വായിക്കുന്നത് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആളുകളെ കൈക്കൊണ്ട് അവരെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തുവാനും അവരെ ചേർത്ത് നിർത്തുവാനും വളരെ ബുദ്ധിപൂർവമായ താല്പര്യം ബർണബാസ് കാണിച്ചു. ഇത് വാസ്തവത്തില് ആത്മീക നേതൃത്വത്തിന്റെ വളരെ മഹത്വമുള്ള ഒരു ദൃഷ്ടാന്തമാണ്. ഏറ്റവും ഒടുവിലായി ഒരു നേതാവിന്റെ മൂന്നാമത്തതും ഒടുവിലത്തതുമായ പ്രത്യേകത, അദ്ദേഹത്തിന്റെ പ്രത്യേകത പറഞ്ഞത് താൻ ഹി ഓൾവേസ് ടുക്ക് ദ സെക്കൻഡ് പ്ലേസ് ഇൻ ലൈഫ്. എല്ലായ്പ്പോഴും ജീവിതത്തിൽ രണ്ടാം സ്ഥാനം മാത്രം സ്വീകരിപ്പാനും രണ്ടാം സ്ഥാനത്ത് പ്രദർശിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നവനായിരുന്നു ബർണബാസ്.
മറ്റുള്ള ആളുകളെല്ലാം ഒന്നാമത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ മുമ്പിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ബർന്നബാസ് ഹു ഇൻട്രൊഡ്യൂസ്ഡ് പോൾ ടു ദ ക്രിസ്ത്യൻ ചർച്ച്. ക്രൈസ്തവ സഭയ്ക്ക് പൗലോസിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ബർന്നബാസ് ആയിരുന്നു. അതുപോലെ ബർന്നബാസ് പൗലോസും ഉള്ള ശുശ്രൂഷയിൽ ആദ്യം ബർന്നബാസിനെയാണ് നേതൃസ്ഥാനം നാം കാണുന്നത്, പൗലോസ് രണ്ടാമത്. എന്നാൽ മൂന്നാമത് പേര് പറയുമ്പോൾ പൗലോസ് ഒന്നാം സ്ഥാനവും ബർന്നബാസ് രണ്ടാം സ്ഥാനവും സ്വീകരിക്കുന്നു. ബർന്നബാസ് എല്ലായ്പ്പോഴും യാതൊരുവിധ വാദവും പിറുപിറുപ്പും കൂടാതെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുവാൻ തയ്യാറുള്ള സമർപ്പണമുള്ള ഒരു നല്ല ആത്മീയ നേതാവായിരുന്നു. ഈ കാലം വന്നപ്പോൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെയോ സഭയുടെയോ അല്ലെങ്കിൽ ആ ശുശ്രൂഷയുടെയോ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ മരണത്താലല്ലാതെ മാറ്റപ്പെടുകയില്ല, മാറുവാൻ തയ്യാറല്ല, ആർക്കും മാറ്റുവാൻ കഴിയുകയില്ല എന്നുള്ളതിലേക്കാണ് സ്ഥിതിഗതികൾ വഷളായിരിക്കുന്നത്. ബർന്നബാസിന്റെ ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പഠിപ്പിക്കാനും എളുപ്പമാണ്. ബർന്നബാസ് കാണിച്ച നല്ല മാതൃക ജീവിതത്തിൽ പിൻപറ്റുക വളരെ പ്രയാസമുള്ള കാര്യം. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ബർന്നബാസിന്റെ നേതൃത്വ യോഗ്യതകൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ആത്മീക ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ ഉണ്ടോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രവർത്തകൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുളം.